വയനാട്ടിൽ കൈത്താങ്ങായി ഡിവൈഎഫ്ഐ. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകൾ ഡിവൈഎഫ്ഐ വെച്ച് നൽകുന്നു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ധാരണാപത്രവും സമാഹരിച്ച തുകയും കൈമാറും. ആക്രി ചലഞ്ചിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റും യൂണിറ്റ് തലത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം. മാതൃകാപരമാണ്. വയനാട് ദുരന്തമുണ്ടായ ആദ്യ മിനിറ്റുകൾക്കകം തന്നെ ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ അവിടെ വളരെ സജീവമായ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനമെല്ലാം വളരെ സജീവമായി നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ചുരുങ്ങിയത് 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഡിവൈഎഫ്ഐ അന്ന് പ്രഖ്യാപിച്ചത്. 20,47,00,000 രൂപ സമാഹരിക്കാൻ കഴിയുകയും 25 എന്ന പ്രഖ്യാപനം 100ലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. ഞങ്ങൾ പണം സമാഹരിച്ച മാർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്രി ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിവിധ അധ്വാനം എന്ന് പറഞ്ഞാൽ വാഹനം കഴുകി കൊടുത്തിട്ടുണ്ട്, തടി ചുമക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നമ്പറിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ചെക്കന്മാർ കൊള്ളാം അല്ലേ? യുവാക്കളും യുവതികളും ഡിവൈഎഫ്ഐയിലെ പ്രവർത്തകരാണ്. അവർ പാത്രം കഴുകിയും ഈ വണ്ടി കഴുകിയും ആക്രി കച്ചവടം നടത്തിയും ഒക്കെയാണ് അവർ ഈ പണം സമ്പാദിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അധ്വാനത്തിന്റെ മൂല്യം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 100 വീടുകളാണ് ഡിവൈഎഫ്ഐ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധേയമായ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം.